അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഒക്കെ ഏറ്റുമ്പം വരും. അപ്പോൾ അത് വന്നിട്ടില്ലല്ലോ, അത് നമ്മളെ ഓൻ്റെ അവസാനത്തെ ലോകിയാണത്. പിന്നെ ഓനോട് ലോകിയുള്ള കാരണം ചെറ്റ എന്നാ പറയുക, ചെറ്റ. മലയാള ചെറ്റപ്പര അറിഞ്ഞിട്ടില്ല നിങ്ങൾ? അത്ര ചെറ്റാണ്. എന്താ ഒരു മനുഷ്യത്വം വേണ്ടേ? ഞാൻ വിചാരിച്ചത് ഞാൻ ഓനക്ക് ചെമ്മീൻ കൊളുത്തിട്ട് കൊടുത്ത്, ഞാൻ വിചാരിച്ച അയക്കോറൊക്കെ കിട്ടുന്നു. അത് വിചാരിച്ചിട്ട് അല്ലാതെ ചെമ്മീനെ കൊളുത്തിരുന്ന അയക്കോറിന്റെ വിഷമം ആയിക്കോട്ടെ വെച്ചിട്ടല്ല, ആണോ? അല്ല, മറ്റോനെ കൊടുക്കാനുള്ള പരിപാടിയാ. അപ്പോ അങ്ങനെയുള്ള അസൂയയും പകയും വിദ്വേഷവും. ഒരാൾ നല്ലൊരു വണ്ടി വാങ്ങിയാൽ മതി. ഇതേതാ വണ്ടി? ബജാജ്. ബജാജ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ അതിന്റെ മുകളിൽ ചവിട്ടാ ടയറിന്. ഇത് ശരിയില്ല, ഇത് ഇപ്പോഴത്തെ റീസെയിൽ വാല്യൂ ഇല്ല. ഇതാരാ എന്നോട് വാങ്ങാൻ പറഞ്ഞു? വളരെ പോക്കാട്ടോ വണ്ടി. ഞാൻ പലരോട് അന്വേഷിച്ചു. ഇതിപ്പോ ഈ വണ്ടി വാങ്ങിയല്ല അസൂയാണ്. എന്നിട്ട് പിന്നെ അതിന്റെ മുകളിൽ ഒരു പിടിച്ച് താത്തല് ഓനെ ആ വണ്ടി. ഷോക്കാപ്സർ വളരെ വീക്കാണ്. അതിന് ഇവർക്ക് എന്താ ഓന്റെ ഷോക്കാപ്സർ വീക്കായത്? അത് ഓന്റെ മനസ്സിനെ സങ്കടപ്പെടുത്തുക. അപ്പൊ ഒരു കുപ്പായിട്ട് കഴിഞ്ഞാൽ ഉടനെ ഇതെവിടെ വാങ്ങി? ഇപ്പോഴൊക്കെ ആരെയും വാങ്ങും ജാതി കുപ്പായോ? ഔട്ട് ഓഫ് ഫാഷനാ. ഞാൻ അവിടെ 60 റുപ്യൊക്കെ വിൽക്കുന്നുണ്ട്. എനിക്ക് എത്ര വാങ്ങി? 1500 പോയി മോനെ പൈസ. ഇങ്ങനെ ചുരുക്കത്തിൽ എന്ത് ചെയ്താലും ഒരു ചെരുപ്പ് വാങ്ങിയാൽ ഇതെവിടെ ചെരുപ്പ് വാങ്ങി? അവിടെ ഉണ്ട് 10 റുപ്യ വിൽക്കണെന്ന്. മനസ്സിലല്ലേ? 10 റുപ്യക്കാ വിൽക്കുന്നുണ്ട്. ആ ഈ ചെരുപ്പ് ഇജ്ജ് എത്രക്കാ വാങ്ങി? ഞാൻ 1100. 10 റുപ്യൻ്റെ ചെരുപ്പോ? ഓൻ്റെ ആകെ ബാറ്ററി വീക്കായി പോയി. വീക്കാവൂലേ? കാരണം അസൂയന്റെ പലതരം നമ്പറുകളത്. അല്ലേ? മുമ്പ് ഒരാളിങ്ങനെ അസൂയ വല്ലാണ്ട മൂത്ത ആളുകൾ ഇങ്ങനെ വല്ലാണ്ട് കളിച്ചപ്പോൾ ഒരുത്തനക്കൊരു ബിരുദ് തോന്നി. ഓൻ ഈ മനുഷ്യന്മാർക്ക് ഒരു ബുദ്ധി ഒന്ന് വെക്കണം വിചാരിച്ചിട്ട് ഓൻ എന്ത് ചെയ്ത് ഒരു കച്ചവടം തുടങ്ങി. എന്താ? മത്തിത്തല. 10 റുപ്യക്ക് 10 മത്തി, 10 മത്തിത്തല. 10 റുപ്യക്ക് 10 മത്തിത്തല അങ്ങനെ വെക്കുന്നത്. എന്താ ഈ മത്തിത്തല തിന്നാനുള്ളത്? നിങ്ങൾ അസൂയ പക വിദ്വേഷം തുടങ്ങിയ എല്ലാം നശിക്കുകയും നിങ്ങൾക്ക് സൽബുദ്ധി വളരുകയും ചെയ്യുന്ന അതാണ് മത്തിത്തല വെക്കുന്നതിന്റെ അഡ്വർടൈസ്മെന്റ്, മാർക്കറ്റിംഗ്. അങ്ങനെ അപ്പോൾ അത് 10 റുപ്യക്ക് 10 റുപ്യ 10 മത്തിത്തല എന്നാണ്. കാരണം ഇത്ര സൽബുദ്ധി വരുന്ന സാധനം ഇത്ര വില കുറച്ച് കിട്ടുകയാണെങ്കിൽ ഞാൻ 10 റുപ്യക്ക് വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ മറ്റേ ആള് 10 റുപ്യ 10 മത്തി, 10 റുപ്യ 10 മത്തി, 10 റുപ്യ. അപ്പൊ എടാ ഞാൻ 10 റുപ്യ മത്തിത്തല, ഇവിടെ 10 റുപ്യ 10 മത്തി. തിരിച്ചു കിട്ടുന്നത് അല്ല, അവിടെ 10 മത്തി വിൽക്കുന്നത്. ഇതാ കണ്ടോ, അദ്ദേഹം തിന്നിട്ടില്ല, കൈ പിടിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും ബുദ്ധി വന്നു, അപ്പോഴേക്കും സൽബുദ്ധി വന്നു. നോക്കൂ നിങ്ങൾ, അയാളുടെ സൽബുദ്ധി വളർന്നു. കാരണം എന്റെ സാധനം തിന്നിട്ടില്ല, കൈ പിടിച്ചിട്ടുള്ളൂ, അപ്പോഴേക്കും ബുദ്ധി വന്നു എന്നാണ് മുമ്പ് പറയുന്നത്. അപ്പോഴാണ് മനസ്സിലായത് എന്ത്? ഈ തരികിട നമ്പറിന് ഉടനെ നമ്പർ കിട്ടുന്നു. അല്ലേ? അപ്പൊ ഏതായിരുന്നാലും പടച്ച തമ്പുരാന്റെ പരലോകത്ത് സ്വർഗത്തിൽ പടച്ച തമ്പുരാൻ ഇത്തരം പകയും വിദ്വേഷവും ഒന്നും വെച്ചിട്ടില്ല. ശ്രദ്ധിക്കുക, ഖുർആൻ പറയുന്നു, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഅയൂൻ. പടച്ച തമ്പുരാൻ അരുവികളിലും സ്വർഗത്തോപ്പിലുമാണ് തഖ്വയോടുകൂടി സൂക്ഷ്മതാബോധത്തോടുകൂടി അള്ളാഹിനെ പേടിച്ച് ഭയന്ന് അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്ത് സ്വന്തം ജീവിതത്തെ വിശുദ്ധമാക്കി ജീവിച്ച മുത്തക്കുകൾ സൂക്ഷ്മാലുക്കൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗമാണ്. നിർഭയമായി സുരക്ഷിതമായി ആ സ്വർഗത്തിൽ ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു. കാരണം സഹോദര്യ ബന്ധം ഉണ്ടാകാൻ വേണ്ടി പടച്ച തമ്പുരാൻ പകയും വിദ്വേഷവുമെല്ലാം മനസ്സിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു. എന്നിട്ടോ അവരെല്ലാവരും അലാ സുറുറിൻ മുത്തഖാബിലീൻ, സന്തോഷത്തോടെ അഭിമുഖ സംഭാഷണം നടത്തുകയാണ്. നമുക്കിവിടെ ഇപ്പൊ സന്തോഷത്തോടെ ആരോടും വർത്താനം പറയാൻ കഴിയില്ലല്ലോ. ഒരാളെ കൈ പിടിക്കും, അസ്സലാമു അലൈക്കും, അസ്സലാം. അവൻ വേറെ എത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അസ്സലാമു അലൈക്കും, ഓനക്കും കൈ കൊടുക്കും. ഇതിൽ നമുക്ക് 2 ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ എല്ലാവരോടും നമുക്ക് ഇഷ്ടമല്ല. ഒരു കല്യാണപ്പുരയിൽ നിങ്ങൾ പോയി നോക്കേണ്ടി അവിടെ എല്ലാവരും ഉണ്ടൂല. മറ്റൊരാളെ കണ്ടാൽ അവിടെ ഉണ്ട് അവള്, ഞാൻ അങ്ങോട്ട് പോന്ന്, അമ്മക്കൊന്ന് ഇവിടുന്ന് വർത്താനം പറയാം. അപ്പം നോക്കുമ്പോൾ അതിനേക്കാൾ വലുതൊന്നും അവിടെ. അപ്പം അവിടുന്ന് അങ്ങോട്ട് പോകും. അവിടെ ചെന്ന് നോക്കുമ്പോൾ അല്ല നമുക്ക് പറ്റില്ല. അവിടെ അല്ല ഈ കല്യാണത്തിന് നമ്മളെല്ലാ ശത്രുക്കളെയും കാണുന്നുണ്ടല്ലോ. കാരണം നമുക്ക് നാൾ കാണുന്ന മുഴുവൻ ശത്രുക്കളാണ്, നമ്മൾക്ക് മിത്രങ്ങളില്ലല്ലോ. കാരണം അത്രമാത്രം പകയും വിദ്വേഷവും അങ്ങനത്തെ ആൾക്കാരാണ് സ്വർഗത്തിൽ ഉണ്ടെങ്കിലോ. സ്വർഗത്തിൽ വന്ന് നോക്കുമ്പോൾ അല്ല മോനെ ബണ്ട് ഇവിടെ, ഞാനില്ല ഇവിടെ. ആ അവസ്ഥ ഇല്ല പരലോകത്ത്. സ്വർഗത്തിലുള്ള ഗുണതാ കേട്ടോ. അസൂയയില്ലാത്തൊരു ലോകം, പകയില്ലാത്തൊരു ലോകം, 1000-ൽ ഒരാൾ സ്വർഗത്തിൽ. അതാണ് ഇസ്ലാമിന്റെ കണക്ക്. 1000 ആള് ഭൂമിയിൽ ജീവിച്ചാൽ ഒരാൾ. ആ ഒരാൾ നമ്മളാവാൻ ആഗ്രഹിക്കുക, പ്രവർത്തിക്കുക. ഈ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട്, പരലോകമെന്ന് പറയുന്ന ഈ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ നിങ്ങൾ സംശുദ്ധീകരിക്കുക. കാരുണ്യകനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അള്ളാഹു പുറത്തു തരാൻ തയ്യാറാണ്. കരുണയുടെ കരകാണാ കടലാണ് റബ്ബ്. ആ കരകാണാ കടലായ റബ്ബ് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, ഉത്തരം തരാം. ഇനി നമുക്ക് ആ നിലക്ക് പ്രാർത്ഥിച്ച് ആരോടും പകയില്ലാത്ത വിദ്വേഷമില്ലാത്ത തുറന്ന മനസ്സിന്റെ ഉടമസ്ഥന്മാർ, ഒരു തെറ്റുകളോടും താല്പര്യമില്ല, ആരുടെയും മാർക്കറ്റിങ്ങിനോട് താല്പര്യമില്ല. ഇവിടെ നാട്ടിൽ മുഴുവൻ മാർക്കറ്റിംഗ് ആണ് അല്ലേ? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പലരുടെയും ആഗ്രഹങ്ങൾ നമ്മുടെ ചിപ്പിൽ, തലച്ചോറിന്റെ ചിപ്പിലേക്ക് അടിച്ചു കയറ്റുന്ന ഒരു ഏർപ്പാടിന്റെ പേരാണ് മാർക്കറ്റിംഗ്.
കേട്ടോ. അത്തരം മാർക്കറ്റിങ്ങിലൊന്നും നമുക്ക് താല്പര്യമില്ല. അവർക്ക് ലാഭക്കൊതി ആഗ്രഹമുണ്ട്. നമ്മളെ നശിപ്പിച്ച് കുത്തുപാളടിപ്പിച്ച് മൃഗപ്രായരായി ജീവിപ്പിച്ച് അവർ സുഖമായി ജീവിക്കുന്നതിന് പേരാണ് മാർക്കറ്റിംഗ് കേട്ടോ. ചിലപ്പോൾ നിങ്ങളെ പേരിലൊക്കെ വരത്തില്ലേ മാർക്കറ്റിംഗ്, ഐ ആം ഫ്രം കാസ്ക എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ വരും. വന്നാൽ അപ്പം നിങ്ങൾ കാസ്കയിൽ നിന്നോ പറഞ്ഞാൽ പോരെ. എന്താണ് അപ്പോൾ ചില ഭർത്താക്കന്മാർ പറയും ഒന്നും വേണ്ട. അപ്പോൾ ഭാര്യ എന്താണെന്ന് നോക്കിക്കാളി. അപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യുന്നവർക്ക് മനസ്സിലായി ഇതിലൊരു സാധനം നമ്മളതാണ്, നമ്മളെ ചിപ്പ് കയറിയതാണ്. അപ്പം താത്തെ അപ്പോൾ ഉടനെ തന്നെ മേഡം ഒറ്റ മേട്ടം കൊടുത്ത് അത് വീണ ഉടനെ തന്നെ നമ്മളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത്. 2500 രൂപയാണ് ഇതിൻ്റെ വില. ഇവിടെ ഇപ്പം മാർക്കറ്റിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് വെറും 600 രൂപക്കാണ്, വെറും 600 രൂപക്ക് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ പർപ്പസ് പറയണ്ട, അത് പറയാണ്ടിരിക്കാനല്ലേ, കാരണം ഒരു പർപ്പസും നടക്കൂല തന്നെ. അത് നിങ്ങൾക്ക് വേറെ ആളെ പറ്റിക്കാനുള്ളതാ. പല സ്ഥലത്തു കണ്ടില്ല, ഉള്ളി അരിയാം, പപ്പടം മരിക്കാം, മറ്റേതാക്കാം, പത്തിരി പരത്താം, മറ്റേത് നീളത്തിൽ മുറിക്കാം, വട്ടത്തിൽ മുറിക്കാം. നിങ്ങൾക്ക് പിന്നെ ക്യാരറ്റ് നീളത്തിൽ മുറിക്കണമെങ്കിൽ അങ്ങനെ വട്ടത്തിൽ അത് അങ്ങനെ ആക്കുക. ഓനക്ക് പ്രാക്ടീസ് മേക്കർ പെർഫെക്റ്റാ. ഓൻ പെർഫെക്റ്റായി നിൽക്കുക. ഓൻ ഇങ്ങനെ കളിക്കുക. അത് കണ്ടപ്പോൾ നമ്മളമ്മ തര വേഗം അങ്ങനെ ആക്കുന്നുണ്ട്. അത് 600 രൂപയ്ക്ക് വാങ്ങി. മാർക്കറ്റിങ്ങിൽ കുടുങ്ങി. മാർക്കറ്റിങ്ങിലൊന്നും കൊടുക്കൂല വിശ്വാസി കേട്ടോ. അതിൽ കുടുങ്ങി ഉടനെ തന്നെ വാങ്ങി നാളെ നമുക്ക് അരിയാനുള്ളത് ഒരൊറ്റ ബോംബായുള്ളിയാണ്, വെല്ലുള്ളിയാണ്. അത് അരിയണമെങ്കിൽ ഇത് എടുത്തിട്ട് മേശമ പിടിപ്പിക്കാൻ ടൈം കൊണ്ട് ഈ ഉള്ളി അരിയ. പക്ഷെ എന്തായിരുന്നാലും അതൊന്നും പറ്റില്ല. കാരണം നമ്മളെ ജാട അത്ര നമ്മളെ സമ്മതിക്കുന്നില്ല. മാർക്കറ്റിങ്ങിൽ കുടുങ്ങിപ്പോയതാ. അങ്ങനെ ഇത് വെച്ച് തിരിച്ച് ഈ ഉള്ളി അതിൻ്റെ അകത്തിട്ട് ഉള്ളി ഇട്ടിട്ട് അമർത്തിയിട്ട് ഇങ്ങനെ തിരിക്കണം. അപ്പൊ അമരുമ്പോ തിരിയില്ല, തിരിയുമ്പോ അമരൂല. ചുരുക്കി പറഞ്ഞാൽ ആ ഉള്ളി കിടന്നിട്ട് ബട്ടം കറങ്ങാൻ തുടങ്ങി, ഒരാവശ്യമില്ലാണ്ട് ഓലെ പോലെ തന്നെ. അപ്പോഴാണ് ഈ വിളഞ്ഞ വിത്താളുള്ള പെണ്ണ് തലച്ചോറ് വർക്ക് ചെയ്ത് നമുക്കൊരു കാര്യം ചെയ്യാം. നിന്റെ അൻസത്തിന്റെ ഹൗസ് വാമിങ് അടുത്ത മാസം ഓക്ക് കൊടുക്കത് നല്ലോണം ക്ലീനാക്കി വെച്ച് ഓക്ക് കൊടുത്താ പാര. എന്തെല്ലാം മാർക്കറ്റിംഗ് ആണ് അല്ലേ. അതിലൊന്നും നമ്മൾ പെടൂല കേട്ടോ. നമ്മൾ വിശുദ്ധരാണ്. നമ്മളുടെ മനസ്സ് നമ്മൾ ആരെയും വഞ്ചിക്കരുത്. നമ്മളങ്ങനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് സാധു എന്ന് പറയില്ല. നല്ല മനുഷ്യനെ ആർക്കും വഞ്ചിക്കാൻ കഴിയില്ല. കാരണം നല്ല മനുഷ്യൻ വിവരമുള്ളവനാണ്. അവൻ്റെ അഫ്ചർ വർക്ക് ചെയ്യും. അതുകൊണ്ട് അഫ്ചർ വർക്ക് ചെയ്യുമ്പോഴേ പടച്ചവനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ കേട്ടോ. അങ്ങനെ അള്ളാഹുലേക്ക് അടുക്കുക. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അള്ളാഹുവിനോട് മാപ്പ് അപേക്ഷിക്കുക. കരുണാമയനായ റബ്ബ് നമുക്ക് എല്ലാ തെറ്റുകളും കുറ്റങ്ങളും മാപ്പ് നൽകി അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പരിശുദ്ധ റമളാനിലെ ഓരോ സൽക്കർമ്മങ്ങളും നമ്മളിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ച് അതിൻ്റെ പ്രതിഫലം നൽകിക്കൊണ്ട് നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ കുറ്റങ്ങളും അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും ശുദ്ധരായ മനുഷ്യരായി എല്ലാവരോടും സ്നേഹമുള്ള കരുണയുള്ള എല്ലാ ജീവികളോടും താല്പര്യമുള്ള സ്നേഹമുള്ള കരുണയുള്ള ആളുകളായി മാറാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. ഏത് ജീവിക്ക് വേണ്ടി കരുണ ചെയ്താലും നന്മ ലഭിക്കുമെന്ന് പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ മക്കൾ ഏറ്റവും നല്ല വിശുദ്ധരായി ജീവിക്കുക. മരണം പുൽകുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ട ദാസനായി യാത്ര പോകാൻ അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.